മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കം വഴിമാറുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മാറ്റിയതിനു പിന്നിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനും രാജ്യസഭാംഗവുമായ എ റഹീമാണെന്നാണ് ഉയരുന്ന ആരോപണം. കെ.എസ്.ആർ.ടി.സി ബസ്സിനകത്തേക്ക് സച്ചിൻ ദേവ് MLA കയറിയിട്ടില്ലെന്നായിരുന്നു എ റഹീമിന്റെ ആദ്യത്തെ വാദം. ബസ് കണ്ടക്ടർ എന്റെ നാട്ടുകാരനായിരുന്നുവെന്നും ഡ്രൈവറും മേയറും തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് എന്നെ കണ്ടക്ടർ വിളിച്ചിരുന്നുവെന്നുമാണ് റഹീം പറയുന്നത്. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറിയത് ശരിയാണെന്നും എന്നാൽ യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണം ശരിയല്ലെന്നുമാണ് റഹീമിന്റെ പുതിയ വാദം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധനുണയാണ്. കെ.എസ്.ആർ.ടി.സി ബസ്സിലെ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLAയുടെയും വാദങ്ങൾ ശരിയാണോ, ഡ്രൈവർ തെറ്റു ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമാകണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ മെമ്മറി കാർഡ് നഷ്ടമായതായി കണ്ടെത്തുകയായിരുന്നു. റഹീമിന്റെ വക്കീൽ ബുദ്ധിയാണ് മെമ്മറി കാർഡ് നഷ്ടമായതിന് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. ബസ്സിൽ നടന്ന സംഭവങ്ങൾ കണ്ടക്ടർ തന്നെ വിളിച്ചറിയിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഈ വിഷയത്തിൽ റഹീം ഇടപെട്ടുവെന്നതിന്റെ പ്രകടമായ തെളിവായാണ് ആരോപിക്കപ്പെടുന്നത്. ബസ് റോഡിൽ തടഞ്ഞു നിർത്തിയതും മേയറും MLAയും സംഘാംഗങ്ങളും ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതുമെല്ലാം കണ്ടക്ടർ റഹീമിനെ വ്യക്തമായി ധരിപ്പിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. യാത്രക്കാരെ ബസ്സിൽ നിന്നും അനധികൃതമായി ഇറക്കിവിട്ടത് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് CCTVയിലെ മെമ്മറി കാർഡ് മാറ്റിയതെന്നും അതിനു പിന്നിലെ ബുദ്ധികേന്ദ്രം റഹീമാണെന്നുമാണ് ആരോപണം. സംഭവത്തിൽ വിചിത്രമായ വാദവുമായാണ് എ റഹീം രംഗത്തെത്തിയിരിക്കുന്നത്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് വ്യക്തമായി അറിയാവുന്ന CPM നേതാവാണ് റഹീം. എന്നിട്ടും റഹീം എന്തിനാണ് കളവ് പറഞ്ഞതെന്നാണ് ഉയർന്ന സംശയം. സച്ചിൻ യാത്രക്കാരോട് ടിക്കറ്റ് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് റഹീം നിരത്തുന്ന ന്യായവാദം. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിക്കുന്നതും നിയമപരമായി തെറ്റാണ്. MLAക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ അധികാരമില്ലെന്നിരിക്കെ റഹീമിന്റെ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങളിലേക്കാണ് നീങ്ങുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് കെ.എസ്.ആർ.ടി.സിയിലെ ഒരു താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിടാനുള്ള പ്രമേയം പാസാക്കിയതും വിവാദമായിട്ടുണ്ട്. മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായകമാകേണ്ടിയിരുന്ന തെളിവാണ് CCTV ദൃശ്യങ്ങൾ. എന്നാൽ മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മേയറുടെ പരാതിയിൽ ആവേശപൂർവ്വം കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. തെളിവുകൾ നശിപ്പിക്കാനും ഡ്രൈവറെ പ്രതിക്കൂട്ടിലാക്കി മേയറെയും ഭർത്താവായ MLAയെയും വെള്ളപൂശാനുമായി CPM നേതാക്കൾ കെ.എസ്.ആർ.ടി.സിയിലെ ഇടത് നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയാണ് മെമ്മറി കാർഡ് വാനിഷിംഗ് പരിപാടിക്ക് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയ എ റഹീം കുറെ സത്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിണറായി പോലീസ് ഒരിക്കലും ചോദ്യം ചെയ്യാനായി തന്റെ അടുത്തേക്ക് വരില്ലെന്ന് റഹീമിന് വ്യക്തമാണല്ലോ. പിന്നെ എന്ത് നിയമവിരുദ്ധ പരിപാടിയും നടത്താം, തെളിവും നശിപ്പിക്കാം. LDF വരും, എല്ലാം ഒളിപ്പിക്കും. എന്താലേ?